ഉപപ്രതിപക്ഷ വിവാദത്തിന് പിന്നാലെ ഭൂമിക്കൊള്ളയും ചർച്ചയായതോടെ പ്രതിരോധത്തിലാകുകയാണ് CPM-ഉം LDF-ഉം. AKG സെന്ററിരിക്കുന്ന ഭൂമി നഷ്ടമാകുന്ന അവസ്ഥ കൂടി വന്നതോടെ CPM-ന് തലവേദനകൾ വർദ്ധിക്കുകയാണ്. അതേസമയം AKG സെന്ററിന്റെ വിവാദ ഭൂമി കേരള സർവകലാശാല നാളെ അളന്ന് തിട്ടപ്പെടുത്തും. AKG സെന്റർ കയ്യേറ്റ ഭൂമി വിഷയത്തിൽ പ്രതികരണം നടത്താതെ CPM നേതാക്കൾ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ നടപടികൾ നാളെ നടക്കും. സംസ്ഥാന സർവേ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഭൂമി അളക്കുക. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം മറ്റു നടപടിയിലേക്ക് കടക്കും. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ചൊല്ലിയുള്ള വിവാദത്തിന് ഏകദേശം 4 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1977-ൽ AK ആന്റണി സർക്കാർ AKG സ്മാരക സമിതിക്ക് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനു വേണ്ടി ഭൂമി സൗജന്യമായി വിട്ടു നൽകിയിരുന്നു. എന്നാൽ അനധികൃതമായി സർവകലാശാലയുടെ 50 സെന്റോളം ഭൂമി കയ്യേറിയതായുള്ള ആരോപണം ഉയർന്നത് 1984-ലാണ്. പിന്നീട് 1992-ൽ കേരള സർവകലാശാല VC ആയ ഡോക്ടർ JV വിളനിലം അധികാരമേറ്റതോടെ സർവകലാശാല ഭൂമി മുഴുവനായും അളന്ന് തിട്ടപ്പെടുത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ വ്യാജ ഡിഗ്രി ആരോപിച്ച് 2 വർഷം നീണ്ടുനിന്ന സമരം ആരംഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഭൂമി അളക്കുന്ന ഉദ്യമത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തിരിയേണ്ടി വന്നത്. ഭൂമി സർവകലാശാലയുടെ കൈവശത്തേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായാൽ CPM-ന്റെ പ്രതികരണം എന്താകുമെന്നതാണ് ഇനിയുള്ള പ്രധാന വിഷയം. ജനം, തിരുവനന്തപുരം.